ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നിതീഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. 10ാം തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് 4 മാസം തികയുമ്പോഴാണ് രാജ്യസഭയിലേക്കുള്ള നിതീഷിന്റെ ചുവടുമാറ്റം. നിതീഷ് ഒഴിയുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ പേരും പരിഗണനയിലുണ്ട്. BJP മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കും. അതേസമയം രാജ്യസഭയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ RJD പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ബീഹാറിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ലോഡ്ജ് മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാലരാമപുരം സ്വദേശിയായ വിമൽ കുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് യുവാവ് വർക്കല റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ AR ലോഡ്ജിൽ റൂം എടുത്തത്. 4 ദിവസം കഴിഞ്ഞിട്ടും റൂം തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. തൃശൂർ കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമുള്ള തൊഴിലാളി ലയങ്ങളിൽ കാട്ടാന ആക്രമണം. ഇന്നലെ രാത്രിയാണ് 4 തൊഴിലാളി ലയങ്ങൾ ആന നശിപ്പിച്ചത്. ലയത്തിനകത്തെ TV, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളും തൊഴിലാളികളുടെ വസ്ത്രങ്ങളും ടാപ്പിംഗ് ഉപകരണങ്ങളും ഉൾപ്പെടെ ആനകൾ നശിപ്പിച്ചു. 3 മാസം മുൻപും ഇതിനടുത്ത ലയങ്ങൾ ആന നശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ ലയങ്ങൾക്കും ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെന്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കല്ലാല എസ്റ്റേറ്റിൽ നമ്മുടെ കല്ലാല ഫാക്ടറിക്ക് അടുത്ത ലയങ്ങളിൽ ആന കയറി ഇവിടെ ലയങ്ങളുടെ അകത്ത് ഫ്രിഡ്ജും അടക്കമുള്ള നമ്മുടെ ഗൃഹോപകരണങ്ങൾ തകർത്ത നിലയിലാണ് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് ആനയുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇവിടെ ഈ ലയങ്ങളിൽ ഫെൻസിങ് അടക്കമുള്ള അതിൻ്റെ സംരക്ഷണ വേലികൾ സ്ഥാപിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് സ്വയമായ ജീവിതം അവരുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് നൽകി വരാറുണ്ട്. പക്ഷേ ഈ ലയങ്ങളിലെല്ലാം ആ സൗകര്യം ഇതുവരെ എത്തിയിട്ടില്ല. കേരള സ്റ്റോറി 2-വിൽ സിനിമയുടെ പേരിൽ നിന്നും കേരളം ഒഴിവാക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയിൽ ഹർജിക്കാരന് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയിലെ വാദങ്ങൾ സിനിമയ്ക്ക് അനുമതി നൽകിയ ഡിവിഷൻ ബെഞ്ചിനെതിരാണെന്ന് കോടതി വിമർശിച്ചു. ഹർജിക്കാരൻ കോടതിയെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരാമർശിച്ചു. പരാമർശങ്ങളിൽ ഹർജിക്കാരന്റെ അഭിഭാഷകൻ ക്ഷമാപണം നടത്തി. പരാമർശങ്ങൾ ഒഴിവാക്കി പുതിയ ഹർജി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. തൊണ്ടിമുതൽ അട്ടിമറി കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ആവശ്യത്തെ ഹൈക്കോടതിയിൽ എതിർത്ത് സർക്കാർ. കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ടെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. ആന്റണി രാജുവിന്റെ കയ്യിൽ ഇരുന്നപ്പോഴാണ് തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നത് രാഷ്ട്രീയ ആവശ്യം മാത്രമാണ്. ശിക്ഷ നടപ്പാക്കരുതെന്ന ആവശ്യം തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി പ്രോസിക്യൂഷനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ലഹരി മരുന്ന് ഒളിപ്പിച്ച അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയത് ആന്റണി രാജു ആണെന്നതിന് എന്താണ് തെളിവെന്ന് കോടതി പ്രോസിക്യൂഷനോട് ആരാഞ്ഞു. അഭിഭാഷകൻ തന്റെ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നതിനപ്പുറം ഇതിൽ എന്ത് കുറ്റകൃത്യമാണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ വീണ്ടും മത്സരിക്കണമെങ്കിൽ ശിക്ഷ മരവിപ്പിക്കേണ്ടതുണ്ട്. തുടർന്നാണ് കേസിലെ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു.
കൊച്ചിയിൽ യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രം വാട്സാപ്പിലൂടെ അയച്ച് പണം തട്ടാൻ ശ്രമമെന്ന് പരാതി. വടക്കൻ പറവൂർ ചിറ്റാറ്റുകര സ്വദേശിനിയായ യുവതിയാണ് ഭീഷണിയെ തുടർന്ന് ആലുവ സൈബർ സെല്ലിൽ പരാതി നൽകിയത്. ഇന്ന് രാവിലെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. യുവതിയുടെ വാട്സാപ്പിലേക്ക് ഇന്ന് രാവിലെ ഒരു അജ്ഞാത സന്ദേശം വരികയായിരുന്നു. ഓൺലൈൻ ലോൺ എടുത്തിട്ടുണ്ടെന്നും 2199 രൂപ ഉടൻ തിരിച്ചടക്കണമെന്നുമായിരുന്നു സന്ദേശത്തിലെ ആവശ്യം. പണം നൽകാൻ തയ്യാറാകാതിരുന്നതോടെ യുവതിയുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഭീഷണി രൂക്ഷമായതോടെ ആലുവ സൈബർ സെല്ലിനെ സമീപിക്കുകയായിരുന്നു.